ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്കെന്തായാലും ഇല്ലേ പിടിക്കാം. അപ്പോൾ നമുക്ക് ഈ റോഡൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാമല്ലോ കേട്ടോ. എന്ത് രസമല്ലേ ഈ മലയോരത്തൂടെയുള്ള ഈ റോഡുകൾ കാണാൻ. വേറെ ലെവലുണ്ടല്ലേ. അവിടെ ആർമിയുടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്, അല്ല ആർമിയുടെ ക്യാമ്പിങ്ങും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഓക്സിജൻ്റെ കുറവുള്ള സ്ഥലത്തൊക്കെ ഈ ആർമിയുടെ എന്താ പറയുക ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓക്സിജൻ കിട്ടുന്നില്ലായിട്ട് ശരിക്കും. അയ്യോ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ പോയാൽ തീർക്കാവുന്നതുള്ളൂ. പക്ഷെ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ക്യാമ്പിലാണ് പ്രശ്നമുള്ളൂ. നല്ല ഭംഗിയില്ല റോഡുകൾക്ക് ഇങ്ങനെ കാണാൻ. പിന്നെ ഒരു ഓഫ് റോഡിങ് കിട്ടി നമുക്ക്. നമ്മുടെ പെട്രോൾ ഇപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ടില്ല, ഒരു കട്ട് കൂടി ആയാലും ഫുൾ ടാങ്ക് ആവുള്ളൂ. ഇപ്പോഴത്തെ 5 മണിയായി, 4:59 ഇപ്പോൾ. നമ്മളൊരു 6 മണി 6:30 ആകുമ്പോൾ ലേയിലെത്തും തോന്നുന്നുണ്ട്. നമ്മൾ 2 മഹാരാഷ്ട്ര എന്നുള്ള 2 റൈഡർമാരുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അവരിത് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മളെ കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബാക്കിൽ വരുന്നുണ്ടവർ. കണ്ടില്ലേ, ഇതൊരു വണ്ടി, പിന്നെ ബാക്കിലൊരു വണ്ടി കൂടി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് വണ്ടിയായിട്ട് എനിക്ക് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇവർ നമ്മൾ ജസ്പേയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവർ റൂമിൽ നിന്നിട്ട് ഞാൻ കണ്ടു ഒരു പാസ് ചെയ്യണത്. ഇവരൊരു 7 മണിയില്ല, ഒരു 8:15 ആകുമ്പോൾ പാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജസ്പേ കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ലേക്ക് ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് കാണിച്ചത്. ലാസ്റ്റ് നമ്മളിപ്പോൾ 1 കിലോമീറ്റർ പാസ് ചെയ്തു. അപ്പോൾ 44 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു പുഴ ഒഴുകി പോണത്, നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ആകാശമൊക്കെ നോക്കി സൺസെറ്റ് ആയപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വെളിച്ചമൊക്കെ പോയി. ഇപ്പോൾ സമയം 6:04 അപ്പോൾ ഇന്ന് നമ്മൾ ലേയിലാണ് സ്റ്റേ. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉള്ളത് മിലിറ്ററി ക്യാമ്പ് കേട്ടോ. വെൽക്കം ടു മിലിറ്ററി സ്റ്റേഷൻ കറു. അങ്ങനെ ഗൈസ് നമ്മളിത് ലേയിലെത്തി. ഒരു 338 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ലേയിലെത്തി. അതായത് 338 കിലോമീറ്റർ നമ്മൾ മലമുകളിൽ കൂടെ വണ്ടി ഓടിച്ച് ഉള്ള ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലേയിലെത്തി. നമ്മുടെ ഇന്നത്തെ റൂം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഇന്നത്തെ റൂം കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിയ റൂമാണ്. ശരിക്കും പറഞ്ഞാൽ 2000 രൂപ പറഞ്ഞിട്ട് ഞാൻ 1200 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിയ റൂമാട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം 2000 രൂപ പറഞ്ഞു, പിന്നെ അവൻ പറഞ്ഞു 1500 രൂപയ്ക്ക് ആക്കാം. അപ്പം പറഞ്ഞിട്ട് 1200 ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ കിട്ടിയൊരു റൂമാണ് നമുക്കിത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ സമയം ഇപ്പോൾ 10 മണി. ഞാനിപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിങ് ചെയ്യാൻ പോവാണ് ഇനി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് ടയർഡാണ്. ഇന്നും നാളെയും നമ്മളിവിടെ സ്റ്റേ ആണ്. നാളെ നമ്മൾ കർദോങ്ങല പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.